മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ ഔദ്യോഗികമായ യാത്രയയപ്പ് നൽകുകയാണ് സംസ്ഥാനത്തെ പോലീസ് സേന. തിരുവനന്തപുരം തേക്കിൻകാട് ശാന്തി കവാടത്തിൽ നിന്ന് ഉള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകുന്നു. സൂര്യഗായത്രി. അല്പസമയത്തിനകം തന്നെ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ സംസ്കാര നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തെ സംസ്കാരം നടത്തുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആദരവ് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി കഴിഞ്ഞു. നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ തെന്നലയ്ക്ക് ഇനി നാട് വിട നൽകുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും സൗമ്യനായിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ്, കോൺഗ്രസിന്റെ കാരണവർ അങ്ങനെ വിട പറയുകയാണ്. KPCC ആസ്ഥാനത്ത് നടന്ന പൊതുദർശനത്തിൽ നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇന്ദിരാഭവനിലെത്തി തെന്നലയ്ക്ക് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പാർട്ടി നേതാക്കളും, അത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ടായിരുന്നു, പൊതുദർശനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു. A. റഹീം ഉൾപ്പെടെയുള്ളവർ എത്തി. ഗോവ ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഇന്ദിരാഭവനിലെത്തിയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ തൈക്കാട് ശാന്തി കവാടത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനോട് വിട പറയുന്നതിന് വേണ്ടിയിട്ട്. വലിയ നിരാശ എല്ലാ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തും അവരുടെ മുഖത്തും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം അവരുടെ ഒരു തെന്നല കമ്മിറ്റി എന്നുള്ളതാണ് അത്തരത്തിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസുകാർ എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്ത് പരാതി ഉണ്ടെങ്കിലും പോയി കണ്ട് പറയുന്നതിന് വേണ്ടിയിട്ട്, ഒരു പ്രശ്ന പരിഹാരം തേടുന്നതിന് വേണ്ടിയിട്ട്, എന്ത് നിർദ്ദേശവും തേടുന്നതിന് വേണ്ടിയിട്ട്, എന്ത് ഉപദേശവും തേടുന്നതിന് വേണ്ടിയിട്ട് അവർക്കുണ്ടായിരുന്ന ഒരു ആള്. കാച്ചാണിയിലെ വീട്ടിലേക്ക് എല്ലാവർക്കും എപ്പോഴും കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. കാച്ചാണിയിലെ വീട്ടിൽ മുറ്റത്ത് അദ്ദേഹം ഇരിപ്പുണ്ടാകും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ വന്ന് കണ്ട് അനുഗ്രഹം തേടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുറ്റത്ത് വന്നിരിക്കുന്ന അദ്ദേഹത്തെ കാണാൻ, അയാളെന്ന രാഷ്ട്രീയക്കാരനെ കാണാൻ പല ഭാഗത്തു നിന്ന്, പല ദിക്കുകളിൽ നിന്ന് ആളുകൾ എത്തുമായിരുന്നു എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തെന്നലയോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്ന, തെന്നലെ ഒരു കൂട്ടുകാരനെ പോലെ കണ്ടിരുന്ന നേതാക്കൾ ഒരുപാടാണ്. മുതിർന്ന നേതാവ് C. ദിവാകരനൊക്കെ തന്നെ KPCC-യിലേക്ക്, ഇന്ദിരാഭവനിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുവന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് സമയം ഇന്ദിരാഭവനിൽ ചെലവഴിച്ചിട്ടാണ് C. ദിവാകരൻ ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി ആയാലും അത്തരത്തിൽ തന്നെയാണ്. അതായത് വന്ന് കണ്ട് പെട്ടെന്ന് അങ്ങ് മടങ്ങുകയായിരുന്നില്ല. ഇന്ദിരാഭവന്റെ അകത്ത് കയറുകയും എല്ലാവരും മുഖത്ത് സംസാരിക്കുകയും അദ്ദേഹത്തെ കുറെ നേരം കാണുകയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചും അങ്ങനെ കുറച്ച് അധികം സമയം ഇന്ദിരാഭവനിൽ ചെലവഴിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ടായിരുന്നത്. നിരവധിയായിട്ടുള്ള സാധാരണ പ്രവർത്തകർ തങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ കണ്ട് അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇന്ദിരാഭവനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 11:30 മണിയോട് കൂടിയാണ് ഇന്ദിരാഭവനിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുൻപ് വരെയും കാച്ചാണിയിലെ വീട്ടിലാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്ന സമയം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലായാലും ഇന്ദിരാഭവനിലായാലും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, K. മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഇന്ദിരാഭവനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഓർത്തെടുത്തത് അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത നിമിഷങ്ങൾ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ പറയുമ്പോഴും എല്ലാവരും പറയുന്നത് അത്തരത്തിൽ പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ, അധികാര മോഹമില്ലാതെ ഒരു പച്ചയായ രാഷ്ട്രീയക്കാരനായിട്ട് ജീവിച്ച് മരിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് തെന്നല ബാലകൃഷ്ണപിള്ളയെ എല്ലാവരും ഓർത്തെടുക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ. പക്ഷേ പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി വീട്ടിലിരിക്കുമ്പോൾ, അത് തിരുവനന്തപുരത്തെ കാച്ചാണിയിലെ വീട്ടിലിരിക്കുമ്പോൾ എന്തുണ്ട് അയാളെന്ന രാഷ്ട്രീയക്കാരന്റെ കയ്യിൽ എന്ന് ഉള്ളത് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി സ്വത്ത് മുഴുവൻ ചെലവഴിച്ച വ്യക്തിയാണ്, തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ചെലവഴിച്ച വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ ചെലവഴിച്ച് വിജയിച്ച് ഒരു പദവിയിൽ എത്തിയിരുന്നെങ്കിൽ കൂടിയും ആ പദവിയിൽ തന്നെ തുടരണം എന്നുള്ള ഒരു മോഹവും, ഒരു അധികാര മോഹവും ഇല്ലാത്ത വ്യക്തി കൂടിയായിരുന്നു. 2001 KPCC സ്ഥാനം താങ്കൾ ഒഴിയണമെന്ന് ഹൈക്കമാൻഡ് അദ്ദേഹത്തിനോട് നിർദ്ദേശം നൽകുമ്പോൾ എപ്പോൾ ഒഴിയണമെന്നുള്ള ഒരു ചോദ്യമാണ് തെന്നല ഹൈക്കമാൻഡിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ അവർക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒരു മറുപടി
ആയിരുന്നില്ല. തെന്നലയെ അറിയാവുന്ന എല്ലാവർക്കും തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ മറുപടി തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത്. തുടർന്ന് എത്രയും വേഗം തന്നെ ഒഴിയണം എന്ന് പറഞ്ഞ ആ അതിവേഗം തന്നെ, അതായത് 2001 ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിൽ നിൽക്കുമ്പോഴും അതിന്റെ യാതൊരുവിധ ഒരു ആഹ്ലാദവും ഇല്ലാതെ അല്ലെങ്കിൽ പരിഭവമില്ലാതെ പരാതിയുമില്ലാതെ ആ നിമിഷം തന്നെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് KPCCയുടെ പടി ഇറങ്ങിയ വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ചുമതല കിട്ടി അദ്ദേഹം വീണ്ടും ഇന്ദിരാഭവനിലേക്ക് വരുന്നുണ്ട്. അപ്പോഴും ആരോടും പരിഭവം കാണിക്കാതെ ആ താൽക്കാലിക ചുമതലയിലേക്കും വന്നു കയറിയ വ്യക്തിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു. അവർക്ക് മാതൃകയാക്കാവുന്ന അവരുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇപ്പോൾ വിട പറയാൻ പോകുന്നത്. ഈ അധികാര മൽപ്പിടുത്തങ്ങൾക്കിടയിലൊക്കെ തെന്നല ബാലകൃഷ്ണനെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവിന് എങ്ങനെയൊക്കെ മാതൃകയാക്കാം എന്നുള്ളതാണ് ഇനിയിപ്പോൾ യുവതലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ തന്നെ ഉൾക്കൊള്ളേണ്ടത്. ഇപ്പോൾ ഈ പൊതുദർശനത്തിനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ, PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ള യുവതലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ മാത്രമല്ല, ഇപ്പുറത്തെ DYFI നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ദിരാഭവനിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു പാഠമാക്കാവുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയായിരുന്നു തെന്നല ബാലകൃഷ്ണ പിള്ള എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എന്നൊരു പാഠപുസ്തകം തുറന്നു വെച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിനോട് വിട പറഞ്ഞു പോകുന്നത്. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. തെന്നല ബാലകൃഷ്ണ പിള്ള അങ്ങനെ വിട പറഞ്ഞ് പോവുകയാണ്. ഇനി അദ്ദേഹം എന്ന രാഷ്ട്രീയക്കാരൻ ഓർമ്മകളിൽ അവശേഷിക്കും എന്നുള്ളതാണ്. അദ്ദേഹം ഇരുന്ന പദവികൾ, അതുപോലെ തന്നെ അദ്ദേഹം ആ പദവികളിൽ ഇരുന്നു കൊണ്ട് ചെയ്ത കാര്യങ്ങൾ, രാഷ്ട്രീയത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതം തന്നെ മാതൃകയാക്കിക്കൊണ്ടാണ്, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു തുറന്ന പുസ്തകം നൽകിക്കൊണ്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തോട്, ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോകുന്നത്. ഇനി എല്ലാവരുടെയും ഓർമ്മകളിൽ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന രാഷ്ട്രീയക്കാരൻ എന്ന പച്ചയായ മനുഷ്യൻ ഇനി ജീവിക്കും. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളം യാത്രയയപ്പ് നൽകിയിരിക്കുന്നു. ഓർമ്മകളിൽ അദ്ദേഹം ജീവിക്കും എന്നാണ് സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.